ഇറാൻ അമേരിക്ക യുദ്ധഭീതി വീണ്ടും മിഡിൽ ഈസ്റ്റിൽ വലിയ ആശങ്ക. ബ്രിട്ടൻ, റഷ്യ, ഇന്ത്യ, ചൈന, തുർക്കി തുടങ്ങിയ രാജ്യങ്ങൾ ഇറാനിലുള്ള തങ്ങളുടെ പൗരന്മാരോട് അടിയന്തരമായി രാജ്യം വിടാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. 24 മണിക്കൂർ എന്ന ചുരുങ്ങിയ സമയത്തിനുള്ളിൽ മടങ്ങാനാണ് നിർദ്ദേശം. ഇതിനിടെ ഇറാന്റെ സൈനിക കരുത്തിനെ കുറിച്ചുള്ള ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തലുമായി ഇറാനിയൻ പാർലമെന്റിലെ സുരക്ഷാ സമിതി അംഗം അലി ഖോധരിയൻ രംഗത്തെത്തി. ഇറാന്റെ മിസൈൽ നഗരങ്ങൾ പൂർണ്ണ സജ്ജമാണെന്നും അമിതമായുള്ള മിസൈലുകൾ ശത്രുതാപരമായ താവളങ്ങളിലേക്ക് സമ്മാനമായി നൽകാൻ തങ്ങൾ തയ്യാറാണെന്നും അദ്ദേഹം പരിഹസിച്ചു. അമേരിക്കൻ ഭാഗത്തു നിന്നും കടുത്ത മുന്നറിയിപ്പുകളാണ് വരുന്നത്. ഇറാൻ സമുദ്രത്തിൽ മൈനുകൾ വിന്യസിക്കുകയോ കപ്പലുകളെ തടയുകയോ ചെയ്താൽ നേരിട്ട് വെടിവെക്കാൻ ഉത്തരവിട്ടതായി അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി ഹെക്സത്ത് വ്യക്തമാക്കി. ഇറാന്റെ സൈന്യം ഒരു കൂട്ടം കപ്പൽ കൊള്ളക്കാരായി മാറിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി. പതിറ്റാണ്ടുകൾക്ക് ശേഷം ആദ്യമായി 3 യുദ്ധവിമാനവാഹിനി കപ്പലുകൾ ഒരേ സമയം മിഡിൽ ഈസ്റ്റിൽ പെട്രോളിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ ഉത്തരവ് ലഭിച്ചാലുടൻ വലിയ രീതിയിലുള്ള സൈനിക നീക്കത്തിന് അമേരിക്കൻ സൈന്യം തയ്യാറാണെന്ന് ചീഫ് ഓഫ് സ്റ്റാഫ് അറിയിച്ചു കഴിഞ്ഞു. അതേസമയം ലബനാൻ ഇസ്രായേൽ സംഘർഷം രൂക്ഷമാകുന്നു. തെക്കൻ ലബനാനിലും സ്ഥിതിഗതികൾ അതീവ ഗുരുതരമായി തുടരുന്നു. ഇസ്രായേലിന്റെ അത്യാധുനിക ഹോർമിസ് 450 ഡ്രോൺ മിസൈൽ ഉപയോഗിച്ച് വെടിവെച്ചിട്ടതായി ഹിസ്ബുള്ള അവകാശപ്പെട്ടു. ഇതിനു പിന്നാലെ ടയർ മേഖലയിലെ ദേർ ആംസ് ഗ്രാമവാസികളോട് ഉടൻ ഒഴിഞ്ഞു പോകണമെന്ന് ഇസ്രായേൽ സൈന്യം ഉത്തരവിട്ടു. സംഘർഷത്തിനിടെ 3 ഇസ്രായേലി സൈനികർക്ക് പരിക്കേറ്റതായും റിപ്പോർട്ടുകളുണ്ട്. ലബനാനിലെ സുന്നി പണ്ഡിത സഭയായ തജമ്മു അൽ ഉലമ ഇസ്രായേലുമായി എല്ലാ ചർച്ചകളെയും തള്ളിക്കളഞ്ഞു. ഇറാൻ നൽകുന്ന പിന്തുണയാണ് വെടിനിർത്തൽ ചർച്ചകളിൽ പോലും ഇസ്രായേലിനെ സമ്മർദ്ദത്തിലാക്കുന്നതെന്ന് അവർ വ്യക്തമാക്കി. സമാധാനത്തിനായി ആഹ്വാനം ചെയ്ത ലിയോ 14 മാർപ്പാപ്പ യുദ്ധത്തിൽ കൊല്ലപ്പെടുന്ന നിരപരാധികളെ ഓർത്ത് തന്റെ കടുത്ത വേദന രേഖപ്പെടുത്തി. ഹോർമുസ് കടലിടുക്കിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായി തുടരുന്നു. ലോകത്തിന്റെ ഊർജ്ജ സിരയായ ഹോർമുസ് കടലിടുക്കിന്റെ നിയന്ത്രണത്തിനായി പാശ്ചാത്യൻ രാജ്യങ്ങൾ നീക്കം തുടങ്ങിക്കഴിഞ്ഞു. ബ്രിട്ടന്റെ നേതൃത്വത്തിലുള്ള ദൗത്യത്തിൽ ഉക്രൈന്റെ 4 മൈൻ സ്ലീപ്പർ കപ്പലുകൾ കൂടി ചേർന്നേക്കും. ബ്രിട്ടൻ തങ്ങളുടെ ടൈഫൂൺ യുദ്ധവിമാനങ്ങളെ പെട്രോളിങ്ങിനായി അയക്കാനും ആലോചിക്കുന്നുണ്ട്. എന്നാൽ യൂറോപ്യൻ രാജ്യങ്ങൾ സ്വന്തം സുരക്ഷയ്ക്കായി കൂടുതൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കണമെന്നും അമേരിക്കയെ മാത്രം ആശ്രയിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ഹെക്സത്ത് കർശനമായി പറഞ്ഞു. ഇറാനുമായുള്ള യുദ്ധം തായ്വാന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് അമേരിക്കൻ ഉദ്യോഗസ്ഥർ ആശങ്കപ്പെടുന്നു. ഇറാനിലേക്ക് ശ്രദ്ധ തിരിയുന്നത് ചൈനക്ക് തായ്വാൻ പിടിച്ചെടുക്കാൻ അവസരമൊരുക്കുമെന്നാണ് പെന്റഗണിന്റെ വിലയിരുത്തൽ. അതേസമയം ചൈന മറ്റൊരു ഭാഗത്ത് ഉപരോധവുമായി രംഗത്തെത്തി. തായ്വാന് ആയുധം നൽകുന്ന 7 യൂറോപ്യൻ കമ്പനികൾക്ക് ചൈന കയറ്റുമതി നിരോധനം ഏർപ്പെടുത്തി. ചൈനീസ് ഭാഗങ്ങൾ ഈ കമ്പനികളിലേക്ക് എത്തുന്നത് തടയുകയാണ് ലക്ഷ്യം. ഇതിനിടെ ഇറാനിലെ തീവ്ര നിലപാടുകാരനായ IRGC കമാൻഡർ അഹമ്മദ് വാഹിദിയെ വധിക്കാൻ അമേരിക്ക പദ്ധതിയിടുന്നതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. കുവൈറ്റ് അതിർത്തിയിൽ ഇറാഖിൽ നിന്നുള്ള ഡ്രോണുകൾ ആക്രമണം നടത്തിയതും മേഖലയിൽ പുതിയ ആശങ്കകൾക്ക് വഴിമരുന്നിടുന്നു. വാർത്താ സമ്മേളനത്തിനിടെ മാധ്യമ പ്രവർത്തകരോട് പൊട്ടിത്തെറിച്ച അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് യുദ്ധത്തിന്റെ ദൈർഘ്യത്തെക്കുറിച്ച് കടുത്ത സൂചനകളാണ് നൽകിയത്. വിയറ്റ്നാമിൽ നമ്മൾ 18 വർഷം നീണ്ടുനിന്നു. 2ാം ലോക മഹായുദ്ധത്തിൽ 5 വർഷം. ഞാൻ ഇറാൻ വിഷയത്തിൽ ഇടപെട്ടിട്ട് 6 ആഴ്ചകളെ ആയുള്ളൂ. എന്നെ ധൃതിപ്പെടുത്തരുത് എന്നായിരുന്നു ട്രംപിന്റെ വാക്കുകൾ. ഇത് ഇറാനുമായുള്ള ഒരു നീണ്ട യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പാണോ എന്ന് ലോകം ഉറ്റുനോക്കുന്നു. നിലവിൽ മിഡിൽ ഈസ്റ്റ് വീണ്ടും ഒരു വലിയ യുദ്ധത്തിന്റെ നിഴലിലാണ്. വൻ ശക്തികളുടെ നീക്കങ്ങളും അതിർത്തികളിലെ സൈനിക വിന്യാസവും ഒരു വൻ സ്ഫോടനത്തിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. വരും മണിക്കൂറുകൾ ഈ മേഖലയുടെയും ലോകത്തിന്റെയും ഭാവി നിർണയിക്കുന്നതിൽ നിർണായകമാകും.